ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ 2-3 ബീൻസ്, ഒരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ ക്യാപ്സിക്കം അത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുത്താൽ മതി. അതേപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് പൊരിച്ചെടുക്കേണ്ടതാണ്. പിന്നെ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് 1.5 മണിക്കൂറോളം കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് 2 മുട്ട വേണം, അതേപോലെ സോയ സോസ് വേണം. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഞാൻ ആദ്യം റൈസ് ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ റൈസ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ബാക്കി പണി എന്താണ്, എളുപ്പമാണ്. അപ്പോൾ ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചധികം തന്നെ വെള്ളം വെക്കണം. കാരണം നമ്മൾ വെള്ളം ഊറ്റി കളയുന്നതാണ്. അതുകൊണ്ട് കുറച്ചധികം തന്നെ നമ്മൾ വെള്ളം വെക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി തിളക്കുമ്പോൾ നമ്മൾ അരി ഇടുകയാണ് ചെയ്യുന്നത്. പാത്രം തികയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റി കേട്ടോ. ഒരു കുക്കറിലേക്ക് ഞാൻ വെള്ളമൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിലേക്കാണ് ഞാൻ അരിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റോളം എടുത്തു കേട്ടോ അരി വേവാനായിട്ട്. ഒരു 20 മിനിറ്റോളം എടുക്കുന്നുണ്ട്. ഓരോ അരിക്കും ഓരോ വേവായിരിക്കും. അപ്പോൾ നിങ്ങളെടുക്കുന്ന അരി പോലെ ഉണ്ടാവും. ചില അരി ഭയങ്കര വണ്ണമായിരിക്കും, നല്ല തടിയുള്ളൊരു അരിയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരിയ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസിലുണ്ടാക്കുമ്പോൾ കുറച്ച് മെലിഞ്ഞ അരിയായിരിക്കും രസം ഉണ്ടാവുക, കാണാനും അതെ കഴിക്കാനും അതെ. അപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചോറൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വേവ് മനസ്സിലാവും. അത് മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ, ഒന്ന് അമരുന്നുണ്ടെങ്കിൽ എന്താണ് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഞാനവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരരിപ്പയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു വലിയ ചീനച്ചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ആ 2 മുട്ടയൊന്ന് ചിക്കി എടുക്കണം. ഞാൻ 2 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 മുട്ടയൊന്ന് ഇതിലേക്ക് പൊട്ടിച്ചെടുക്കുക. രണ്ട് മുട്ടയും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും ഞാൻ കുറച്ച് കുരുമുളകും ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. നമുക്ക് കുറച്ച് സമയം നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ലോ ടു മീഡിയം വെച്ചാൽ മതി. അപ്പം ഇങ്ങനെ കുറച്ചധികം ഓയിൽ ഒഴിച്ചാൽ ചീനച്ചട്ടി നമുക്ക് ഇങ്ങനെ വിട്ടുപോരും. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. എവിടെയും പിടിക്കാണ്ട്, അടിയൊന്നും പിടിക്കാതെ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം കേട്ടോ. തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം.
അതേ പാനിലേക്ക് തന്നെ അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഓയിൽ കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ ചിക്കനും പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വേണം തീ വെക്കാം കേട്ടോ. ആ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് റെഡിയാകുന്നവരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ചിടണം. സോയ സോസിൽ ഉപ്പുള്ളതാണ്. ഞാനൊന്ന് കവർ ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കറികളൊക്കെ. അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൽ ഒരുപാടങ്ങ് വെന്ത് പോകരുത്. അപ്പോൾ ആവശ്യത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ ഊറ്റി വെച്ച റൈസില്ലേ, കണ്ടില്ലേ, ഒന്നും ഒട്ടിപ്പിടിക്കാതെ ഇട്ടിട്ടുണ്ട്. ആ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു 4 പേർക്ക് കഴിക്കേണ്ട ഫ്രൈഡ് റൈസാണ് കേട്ടോ. നമ്മൾ 4 ആൾക്ക് വേണ്ട ഫ്രൈഡ് റൈസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കാണോ വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് റൈസിൻ്റെ ആയാലും ബാക്കി വെജിറ്റബിൾസ് ആയാലും ചിക്കൻ ആയാലും മുട്ടയായാലും എല്ലാം കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ റൈസിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസസ് ചേർക്കുകയാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസസാണ്. അതേപോലെ മുട്ട ചിക്കിയതും അതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് വെറും മുട്ട മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചധികം മുട്ട ചിക്കിയെടുത്താൽ മതി. ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഇവിടെ ചേർക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മെല്ലെ മെല്ലെ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ ചോറ് എടുത്തിട്ട് നന്നായിട്ട് ആ വെജിറ്റബിൾസും ചിക്കനും മുട്ടയും ഒക്കെ സോസും ഒക്കെ മിക്സായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വലിയ പാത്രമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിരിക്കും. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി എങ്കിലും വളരെ എളുപ്പമായിരിക്കും. നമുക്ക് പാത്രമൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചാടിച്ചാൽ മതി. ചുറ്റിച്ചാലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് ഞാനിന്നിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് കറിയൊന്നും വേണ്ട, ആവശ്യത്തിനെല്ലാം അതിലുണ്ട്. വെജിറ്റബിൾസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, അതേപോലെ മുട്ടയുണ്ട്. അപ്പോൾ നല്ലൊരു ഡിഷാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. വേറെ ഒരു കറിയും നമുക്ക് വേണ്ട അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ സോയ സോസ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ചില്ലി സോസ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സോയ സോസ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ എരിവൊന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.